കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. മാഷെന്താ ഇവിടെ? മാഷെന്താ ഇവിടെന്നോ? മാഷെന്താ ഇവിടെയെന്ന് ഞാനും തന്നെ ആലോചിച്ചേ. ഞാനെന്താ ഇവിടെ? അല്ല, മാധവൻ മാഷ് തന്നെയല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരങ്ങനെയായിരുന്നു. പിന്നെ എന്തെങ്കിലും മാറ്റം വന്നോ ആവും. ഒന്ന് മുഖം നോക്കി പറയാന്ന് വെച്ചാ കണ്ണാടിയില്ല. ആ ഫലിതത്തിന് ഒരു മാറ്റവും ഇല്ല. അല്ല, മാഷ് ആരെങ്കിലും കാത്തു നിൽക്കുവാണോ? പിന്നെ ട്രെയിൻ കാണാൻ ഈ പ്രായത്തിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുവോ? ഓ, എന്റെ മോള് വരുന്നുണ്ടേ. ഇന്നലെ എത്തേണ്ടതാ. സിറ്റിയിൽ എന്തോ ഹർത്താലോ മറ്റോ ആണെന്ന്. അതുകൊണ്ട് യാത്ര ഇന്നത്തേക്ക് മാറ്റി. ഈ ട്രെയിനിലും ഇല്ലാന്നാ തോന്നുന്നത്. മോള് പഠിക്കായിരുന്നില്ലേ? എക്സാം കഴിഞ്ഞോ? ഓ, പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞുള്ള വരവാ. എന്നിട്ട് ബാക്കിയുള്ളവരിങ്ങനെ പരീക്ഷിക്കുക. കുട്ടികളിങ്ങനെ തുടങ്ങിയ വീട്ടിലിരിക്കുന്നവരെ ആദ്യം പഠിക്കുന്നതേ. ചിലപ്പോ ഇന്നലെ വല്ല മിന്നൽ പണിമുടക്കോ മറ്റോ ആയിരുന്നിരിക്കും മാഷേ. മിന്നൽ പണിമുടക്ക് രഹസ്യമായിട്ടാ നടത്തുക? അങ്ങനെ ഒരു സമരത്തിന്റെ ന്യൂസ് ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അല്ല, കുട്ടി ഇപ്പൊ അവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വന്നിരിക്കുക? അയ്യോ അല്ല, മാഷൊന്ന് ഓർത്ത് നോക്ക്. മുന്നറിയിപ്പില്ലാതെ സകല വണ്ടിക്കാരും പണി മുടക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ചുറ്റുവട്ടത്തെ വാർത്തയ്ക്ക് പത്രവും ടി വി ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കേയില്ല. സമ്മതിച്ചു. ബസ് പോരാൻ പറ്റില്ലെങ്കിൽ ട്രെയിനിൽ പോരാലോ. അതിന് മിന്നൽ പണിമുടക്ക് ബാധകമല്ലല്ലോ. ഓവല്ലോ, റെയിൽവേ സ്റ്റേഷൻ വരെ എത്തണ്ടേ? അതായിരിക്കും പറ്റിയത്. അതിന് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാഷെ? കാലം വല്ലാത്തതല്ലേ. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അത്രയ്ക്ക് മോശമാ. അതിനയാള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അല്ല, ചെറിയ കുട്ടിയല്ല. അത് തന്നെയാ ഭയം. എന്നാ പിന്നെ മാഷ് മോളെ നോക്കി ഇവിടെ തന്നെ നിൽക്കും. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാണ്? അടുത്ത ട്രെയിനിൽ എന്തായാലും വരാതിരിക്കില്ല. അല്ലെങ്കിൽ അതിന്റെ അടുത്ത ട്രെയിനിൽ. അപ്പോ ഞാൻ പോയിക്കോട്ടെ. വീട്ടിലെ എന്റെ അമ്മ കാത്തിരിപ്പുണ്ടാവും. മോള് വന്നാ എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ശരി, കാത്തു നിൽക്കാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. വന്നായിരുന്നോ?
എന്തു പറ്റി മാഷെ? അഹങ്കാരി. ആരാടി നിന്റെ മാഷ്? അയ്യോ അച്ഛ, എന്റെ ചെവി വേദനിക്കുന്നു. നീ ആളെ കളിയാക്കും അല്ലേടി അധിക പ്രസംഗി. സത്യമായിട്ട് എനിക്ക് നോവുന്നു അച്ഛ. നിനക്ക് നല്ല 2 തല്ല് തരുക വേണ്ടത്. ഇന്നലെ വരാണ്ടായപ്പോ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? ഞാൻ പ്രശ്നം വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, പിന്നെന്തിനാ വിഷമിച്ചത്? അതിപ്പോ വിഷമിച്ചെന്തിനാന്ന് ചോദിച്ചാ വിഷമിക്കണം തോന്നിയാ വിഷമിക്കും, അല്ല പിന്നെ. സോറി അച്ഛാ, ഇന്നലെ രാവിലെ പുറപ്പെടാൻ തുടങ്ങിയതാ ഞാൻ. അപ്പോഴാ ബസ്സുകാരുടെ വക ഒരു പണിമുടക്ക്. ഏതോ ബസ്സുകാരെ ആരോ തല്ലീന്ന്. ചില ബസ്സുകാരുടെ സ്വഭാവം കണ്ട ആരായാലും തല്ലിപ്പോവും. എനിക്ക് വരെ തോന്നിയിട്ടുണ്ടോ ഒന്ന് കൈവച്ചാലോ? പിന്നെ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട, രാവിലത്തെ ട്രെയിനിന് പോരാന്ന്. അതാകുമ്പോ ഒരു സുഖമുണ്ട്. സുഖമൊക്കെ വീട്ടിൽ ചെല്ലുമ്പോ തീർന്നോളും. ഒരാളവിടെ വേവലാതി പിടിച്ചിരിക്കുക, കാണുമ്പോ പൊട്ടിത്തെറിക്കാതിരുന്നാ ഭാഗ്യം. എന്തായാലും പോകാതെ വയ്യല്ലോ. എന്നാ ഓട്ടോയിലേക്ക് കയറ്. വിട്ടോ സുധാര? ശരി മാഷെ. ഒന്ന് നിന്നേ. ശരി മാഷെ, എവിടെ പോണെങ്കിലും 10 മിനിറ്റ് മുമ്പേ വിളിച്ചാൽ മതി, ഞാനങ്ങ് എത്തിക്കോളാം. ആയിക്കോട്ടെ. അതെ, തുള്ളിച്ചാടി അകത്തേക്ക് പോകുന്നൊക്കെ കൊള്ളാം. അമ്മയെ നേരിടാൻ തയ്യാറാണോ നീ? അത്രയ്ക്ക് സംഘർഷമാണോ? പിന്നില്ലാതെ. ശരം തൊടുത്ത് വിട്ട പോലെ ചോദ്യങ്ങൾ വരും, എല്ലാത്തിനും മറുപടി കൊടുത്തോളണം. ഇന്നലെ വരാൻ പറ്റാത്തതിന്റെ കാരണം അച്ഛനോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നല്ലേ. അമ്മയെ ബോധ്യപ്പെടുത്തി. വേണ്ട വേണ്ട വേണ്ട, എന്നെ അതിൻ്റെ ഇടയിലേക്ക് വലിച്ചഴക്കണ്ട. ഞാൻ ഈ നാട്ടുകാരനേ അല്ല. ഹൈക്കമാൻഡിന്റെ ചോദ്യങ്ങൾക്ക് മോള് നേരിട്ട് സമാധാനം ബോധിപ്പിച്ചാൽ മതി. എന്നാ പിന്നെ അകത്തേക്ക് പ്രവേശിക്കല്ലേ, നടക്കാം. ആരാന്ന് വിചാരിച്ച അനങ്ങാതെ നിക്കുന്ന ആരാച്ചാര്? മര്യാദയ്ക്ക് കൈയെടുക്ക്. അങ്ങനെ എന്റെ കണ്ണു മൂടിക്കെട്ടാന്ന് ആരും വിചാരിക്കണ്ട. കൈയെടുക്ക്. ഏറ്റില്ല. അധികം ഇളക്കാതെ. നിന്റെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല ഗംഗേ, പറഞ്ഞേക്കാം. ശരി, കീഴടങ്ങിയിരിക്കുന്നു. സറണ്ടർ. ഞാൻ കീഴടങ്ങിയല്ലോ, പിന്നെന്താ അമ്മ? ഇന്നലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു പോയമ്മേ. ഞാൻ മാധവ മാഷല്ല നീ പറയുന്ന അപ്പടി വിശ്വസിക്കാൻ. ശാരദയാ, എന്റെ അടുത്ത് അഭ്യാസം വേണ്ട. ഞാൻ ഹോസ്റ്റലിൽ. നിർത്ത്. ഇതെന്താ? ചട്ടുകം ആണല്ലോ, അല്ലാതെ ഓടക്കുഴലല്ലോ. ഈ ചട്ടകം തീ കാണിച്ച് പഴുപ്പിച്ച് വെക്കേണ്ടടുത്ത് വെച്ചാ നീ തത്ത പറയുന്ന പോലെ സത്യം പറയും. വലിയ പഠിത്തക്കാരിയാണെന്ന് വെച്ച് അതിന് ഞാൻ മടിക്കില്ല. എന്താണ് ഇത്ര ചിരിക്കാൻ? ഈ അമ്മയ്ക്ക് ഒരു മാറ്റമില്ല. ഈ ദേഷ്യം കാണാൻ വേണ്ടിയല്ലേ ഞാൻ പരിങ്ങളൊക്കെ അഭിനയിച്ചത്. കോപം കൊണ്ട് മുഖവും പ്രത്യേകിച്ച് മൂക്കും തുമ്പ് ചുമക്കുന്നത് കാണാൻ നല്ല ചേല. എന്നാൽ ഇനി സത്യം പറഞ്ഞേക്കാം. ഇന്നലെ രാവിലെ കൃത്യം 8:30 സുന്ദരിയും സുശീലയും ശാരദാമ്മയുടെ മകളുമായ ഗംഗാമാധവൻ ഹോസ്റ്റലിനോട് യാത്ര പറഞ്ഞ് പുറപ്പെടുന്നു. ഓട്ടോറിക്ഷയിൽ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴാണ് അറിയുന്നത് ഗാഡി നെഹി സ്ട്രൈക്ക് ആണെന്ന്. വർണ്ണിച്ചത് മതി, പിന്നെന്താ ഉണ്ടായെന്നാ എനിക്കറിയേണ്ടത്. ഹോസ്റ്റലിലേക്ക് തിരിച്ചു ചെല്ലാൻ മടി. ബസ്സുകാരുടെ സമരം 1 മണിക്കൂറിലെങ്ങാനും തീർന്നാലോ. അപ്പോഴാ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഓർമ്മ വന്നത്. സ്റ്റാൻഡിനടുത്ത കക്ഷിയുടെ വീട്. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു, പോയി. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്നിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ തങ്ങി. ഇന്ന് രാവിലെ പുറപ്പെട്ടു. എന്താ കൂട്ടുകാരിയുടെ പേര്?
ഗിരി. അല്ല, ഗിരിജ. ഇത്രയൊന്ന് പറയാൻ അവസരം തരണ്ടേ? ഭയങ്കരം തന്നെ. അച്ഛന്റെ അമ്മയുടെ അവകാശ ഉത്തരവാദിത്വം ഒക്കെ അത് മനസ്സിലായോ? ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും നിനക്ക് ഒരമ്മയാകുമ്പോ. അതെയോ? അതെപ്പോഴാ? ഇന്ന് ഉച്ച കഴിഞ്ഞേ 3:30 ആകുമ്പോ. ഒന്ന് പോടി അവിടുന്ന്. എന്താ അമ്മേ? ഇതെന്താ നഖം കൊണ്ടതുപോലെ ഉണ്ടല്ലോ, ഇതെങ്ങനെ പറ്റി? അത് നഖമല്ലമ്മേ, എന്റെ മോതിരത്തിന് കല്ലില്ലേ, അത് കൊണ്ടതാ. എന്നിട്ട് മോതിരം എവിടെ? അത് ഞാൻ ഊരി വെച്ചു. ആ കല്ല് മാറണം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അച്ഛന്റെ ചോദ്യം ചെയ്യൽ, ഇങ്ങോട്ട് വന്നയുടെ അമ്മയുടെ വക ക്രോസ് വിസ്താരം. അത്രയ്ക്ക് സംശയമാണോ രണ്ടാൾക്കും എന്നെ? എന്തെങ്കിലും കഴിച്ചോ? പോട്ടെ, ഒരു ചായ എങ്കിലും കുടിച്ചോ എന്ന് ചോദിച്ചോ രണ്ടാളും ഇതുവരെ? മോളെ വേണ്ട, കുറെ കഷ്ടം ഇത്. എന്താ മോളെ ഇത്? സംശയല്ല, അച്ഛന്റെ അമ്മയുടെ നെഞ്ചിലെ പരവേശം കൊണ്ടാ. ദേ ഇങ്ങോട്ട് നോക്കി. വേണ്ട നോക്കാൻ. ആ, യാത്ര കഴിഞ്ഞു വന്നല്ലേ, പോയി കുടിച്ചിട്ട് വാ. ഗംഗാ മാധവന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ചെല്ലേ. ദേ തല ഞാൻ തോർത്തി തരാം കേട്ടോ. ആ ഗംഗ. ഗിരി, ഞാൻ വീട്ടിലെത്തി. ഈ നേരമായിട്ടും വിളിക്കാത്തതില് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു. ഇവിടെ വന്ന് സ്വസ്ഥായതിനു ശേഷം വിളിക്കുന്നില്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അച്ഛനോക്കെ. അമ്മയുടെ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാനാ പ്രയാസം. ഒരു രക്ഷയില്ല. ബസ്സുകാരുടെ മിന്നൽ പണിമുടക്കിന്റെ കാര്യം അമ്മ വിശ്വസിച്ചോ? പക്ഷേ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഇന്നലെ തങ്ങിയെന്ന അമ്മയോട് ഞാൻ തട്ടിവിട്ടിരിക്കുന്നു. അപ്പൊ ആ കൂട്ടുകാരിയുടെ പേര് അറിയണം അമ്മയ്ക്ക്. ഞാൻ ഗിരിയുടെ പേരാ പറഞ്ഞത്. എന്റെ പേരോ? ഗിരിയുടെ കൂടെ ഒരു ജാ കൂടി ചേർത്ത് ഗിരിജയാക്കി. കൊള്ളാലോ. ഗിരി ഇപ്പൊ എവിടെയാ? ഹോട്ടലിൽ തന്നെ. ഞാൻ ആ റൂം വിട്ടില്ല, വിടാൻ തോന്നിയില്ല. എന്താ ഒന്നും പറയാത്തത്? എനിക്ക് ഗിരിയെ ഇപ്പൊ കാണണമെന്ന് തോന്നുന്നു. എനിക്കും നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു ഗംഗ. അമ്മ ഇപ്പൊ വിളിക്കും. വെക്കട്ടെ ഗിരി? ശരി മോളെ, സൗകര്യം കിട്ടുമ്പോഴൊക്കെ വിളിക്കണേ. പകല് അച്ഛന്റെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് ഫോൺ ചെയ്യുന്ന പ്രയാസം. എന്നാലും ഞാൻ നോക്കാം. ഓക്കെ. ചുരുക്കത്തിൽ ഒരു സാധാരണ ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർക്കുള്ള തലവേദനയൊന്നും വാര്യർക്കില്ല. ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ആ തലവേദന ഒന്നും ഞാൻ അറിയുന്നില്ല. കാരണം നന്ദഗോപനാണ്. അസിസ്റ്റന്റ് മാനേജറായിട്ട് നന്ദഗോപൻ ഉള്ളതുകൊണ്ട് എനിക്ക് മനസമാധാനമായിട്ട് ബ്രാഞ്ച് മാനേജറുടെ കസേരയിൽ ഇരിക്കാം. പുകഴ്ത്തി പറയുന്നതല്ല, ജോലിയിൽ ഇത്രയും ശുഷ്കാന്തിയുള്ള ചെറുപ്പക്കാർ ഇന്നത്തെ കാലത്ത് അധികം ഉണ്ടാവില്ല. അത് നന്ദന്റെ ഗുണത്തെക്കാൾ മാഷിന്റെ ഭാഗ്യമെന്നേ ഞാൻ പറയൂ. ചായ വേണ്ടെങ്കിൽ ഒരു ഗ്ലാസ് സംഭാരം ആകാലോ. തീർച്ചയായിട്ടും ആകാം. അസലായിട്ടുണ്ട്. വാര്യര് നന്ദന്റെ കാര്യം പറയായിരുന്നു. ഞാൻ കേട്ടു. ശാരദാമ്മ കൂടി വന്നിട്ട് ബാക്കി കാര്യം പറയാനിരുന്നതാ ഞാൻ. ഗംഗ കോഴ്സും പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നല്ലോ, ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കരുതോ? നന്ദഗോപന് ഗംഗയെ അറിയാം, മോക്ക് നന്ദനെയും അറിയാം. എന്നാലും ചടങ്ങിന് വേണ്ടി ഒരു പെണ്ണ് കാണൽ വേണമല്ലോ. അയാൾ അതിനു വേണ്ടി ഇങ്ങോട്ട് വരാനിരിക്കുക. അട്ടെ, നമുക്കിടയിൽ ഇങ്ങനെ ഒരു ആലോചന നടക്കുന്ന കാര്യം ഗംഗയ്ക്കറിയാമോ? ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? അതെ. എന്നാൽ ഇനി പറയണം. ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്, നന്ദഗോപന്റെ ക്യാരക്ടറിന്റെ കാര്യത്തിൽ.
എറണാകുളത്ത് നിന്ന് വന്ന് ഇവിടത്തെ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരായി ഇത്രയും കാലമായി ജോലി നോക്കുന്നു. താമസം വാടക വീട്. ഒരനാവശ്യ വർത്തമാനം ഇത്രയും കാലമായിട്ട് ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതാണ് സ്വഭാവ ഗുണം, അതാണ് തറവാടിത്തം. ഗംഗയെക്കുറിച്ച് ഞങ്ങൾക്കും അത് തന്നെയാ വാര്യര് സാറേ പറയാനുള്ളത്. പട്ടണത്തിൽ താമസിച്ചു പഠിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പോലെയാണോ അവൾ? പരിഷ്കാരമാണെന്നും പറഞ്ഞ് കണ്ണിൽ കണ്ട വൃത്തികെട്ട തുണിയൊന്നും വാങ്ങിച്ചിട്ടോണ്ട് നടക്കില്ല. ഞങ്ങളൊട്ട് സമ്മതിക്കേയില്ല. എനിക്കത് അറിയാവുന്നതല്ലേ. സദാസമയം മൊബൈൽ ഫോൺ ചെവിയിൽ തിരികെ നടക്കുന്ന പരിപാടിയുമില്ല. ഫോട്ടോ എടുപ്പ്, മെസ്സേജ് അയക്കല്, ഇതൊന്നും വശമില്ലാത്ത കുട്ടിയാ. ഇക്കഥയൊക്കെ ഞാൻ നന്ദനോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതി ഇത് 21-ാം നൂറ്റാണ്ടാ, 2015. അതുകൊണ്ട് അല്ല, ഒന്നുമില്ല. അതായത് അച്ഛനും അമ്മയും പറയുന്നതിനപ്പുറം ഗംഗമ്മക്കൊരു അഭിപ്രായം ഉണ്ടാവില്ലെന്നറിയാം. അങ്ങനെയാണല്ലോ നിങ്ങൾ അവളെ വളർത്തിയിരിക്കുന്നത്. എന്നാലും കല്യാണ ആലോചനയെ പറ്റി ഗംഗയോട് ആധികാരികമായിട്ടൊന്ന് സംസാരിക്കണം. അതെ, ശാരദയുടെ ചുമതല അത്. ഇന്ന് എന്നെ മോളോട് നീ കാര്യം സൂചിപ്പിക്കണം. സൂചിപ്പിക്കുന്ന എന്തിന്? എനിക്കതാ മനസ്സിലാകാത്തത്. തുറന്ന് സംസാരിച്ചാൽ എന്താ? ഞാൻ പറയും, ഇന്നെങ്കിൽ ഇന്ന്. ഇതാ ഇപ്പൊ നന്നായേ. മുടി ശരിക്കും ഉണങ്ങിയോ? ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കൊണ്ടാവുന്നത് പോലെ തോർത്തിട്ടുണ്ട്, അത് മതി. ഞാൻ തോർത്തി തരാം മോളെ. ഇന്നലെ വരെ ഈ കൈ കൊണ്ട് മുടി തോർത്തി ഉണക്കിയത്. തലമുടിയാണെങ്കിലും ഓരോ ദുശീലം പഠിപ്പിക്കണ്ട, അത് നന്നല്ല. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. അപ്പുറത്ത് വാര്യരങ്ങൾ കത്തിവെക്കുന്ന കേട്ടല്ലോ, പോയോ ആള്? കത്തിവെക്കായിരുന്നില്ല. എന്താ പുള്ളിക്കാരൻ പറഞ്ഞോണ്ടിരുന്നതെന്ന് അറിയാവോ? ബാങ്കിലെ വീരചരിതങ്ങളായിരിക്കും. ലോണിന് വന്ന ഏതെങ്കിലും പാവത്തിന്റെ അപേക്ഷ തള്ളിയത്, മെയിൻ ബ്രാഞ്ചിലെ ഓഫീസറോട് ചൂടായത്, സംഘടനാ സമരത്തിന്റെ വിശേഷങ്ങൾ. ഇതൊന്നുമല്ല. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാ സംസാരിച്ചത്. പക്ഷേ അതൊരു വിവാഹത്തിന്റെ വിവരമായിരുന്നെന്ന് മാത്രം. വാര്യര് സാറ് ഒരു കല്യാണാലോചനയുടെ കാര്യമാ സംസാരിച്ചത്. വാര്യരങ്ങൾ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നു? ഇടി പെണ്ണെ, പിന്നാരാ? അച്ഛനാണോ കല്യാണം? നിന്റെ കല്യാണക്കാരിയാ വാര്യര് സാറ് പറഞ്ഞത്. ഇതിനിടെ ഞങ്ങൾ ജാതകവും നോക്കിച്ചിരുന്നു. ഒന്നാന്തരം പൊരുത്തമാണെന്ന ജ്യോത്സ്യര് പറഞ്ഞത്. ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാൽ ഉത്തമമാണത്രേ. ഏത് ജാതകത്തിന്റെ കാര്യ അമ്മ പറയുന്നത്? ഒന്നും അറിയാത്ത മട്ട് കാണിക്കല്ലേ. ബാങ്കിലെ നന്ദഗോപന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലേ. എന്നിട്ടിപ്പോ പെണ്ണ് കാണാൻ നന്ദഗോപൻ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട്. പെണ്ണ് കാണാനോ? എന്താ, കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ചടങ്ങുണ്ട്. തമ്മിൽ പരിചയം ഉണ്ടെങ്കിലും കീഴ്വഴക്കങ്ങൾ നടക്കണം. എന്തായാലും നീനെ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഒരവധി ദിവസം നോക്കി നന്ദനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അധികം വൈകിക്കണ്ടെന്ന വാര്യര് സാറിന്റെ അഭിപ്രായം. പക്ഷെ അമ്മ, എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ കല്യാണം വേണ്ടെന്നല്ലേ? കാലാകാലങ്ങളായി എല്ലാ പെൺകുട്ടികളും പറയുന്ന ഒരു കാര്യം ഇത്. ഞാനും ആദ്യം അങ്ങനെയാ പറഞ്ഞത് നിന്റെ അച്ഛന്റെ ആലോചന വന്നപ്പോ. പക്ഷേ വീട്ടിലാരും വകവെച്ചില്ല, ഞാനും വകവെക്കുന്നില്ല. ഇതങ്ങനെ അല്ലമ്മേ, സീരിയസ് ആയിട്ടാ ഞാൻ പറയുന്നത്. ഇതുവരെ വിവാഹത്തെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. അത്രേ ഉള്ളോ? അയ്യോ, അത് സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. തന്നെയല്ല, ഞങ്ങൾ ആലോചിച്ചെത്തിച്ചേർന്നത് ഉചിതമായ ഒരു സ്ഥലത്താണ്. ബാങ്ക് ഉദ്യോഗസ്ഥൻ, കാണാൻ യോഗ്യൻ, നല്ല സ്വഭാവം, നല്ല കുടുംബം, എല്ലാം കൊണ്ടും നമുക്ക് ചേർന്ന ആളാ നന്ദഗോപൻ. ആയിക്കോട്ടെ, പക്ഷെ കല്യാണം എനിക്കല്ലേ. തീരുമാനം എടുക്കാൻ എനിക്കുമില്ലേ അവകാശം? ആ അവകാശം വെച്ച് ഞാൻ പറയുന്നു, എനിക്കിപ്പോ കല്യാണം വേണ്ട. ഗംഗേ, അതിനമ്മ ക്ഷോഭിക്കുന്ന എന്തിനാ? അടിച്ചേൽപ്പിക്കാനുള്ള ഭാവമാണോ? ഞാൻ പ്രായം കഴിഞ്ഞു നിൽക്കൊന്നും അല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വേറെ ഭാരിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്തിന് തിരക്കിട്ട് എന്നെ പിടിച്ച് ഒരാളുടെ മേൽ കെട്ടിയേൽപ്പിക്കണം? ഞാൻ പറഞ്ഞിട്ടല്ല അച്ഛനും ഈ തീരുമാനം എടുത്തത്. എനിക്കതിൽ ഉത്തരവാദിത്വം ഇല്ല. ഇനി എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. പിന്നെന്ന് സമ്മതിക്കും? അതിപ്പോ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എന്നാ ഞാൻ പറയാം, ഇനി എന്ത് ഭൂകമ്പം ഉണ്ടായാലും നന്ദഗോപനുമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കും.